كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 965 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മറിയമിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ്ഹാ യാ ഐൻ സാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 19ാമത്തെ ആയത്തായ സൂറത്തായ സൂറത്ത് മറിയമിന്റെ പഠനം നമ്മൾ ഇന്നലെ ആരംഭിക്കുകയുണ്ടായി. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായ ചില കാര്യങ്ങൾ ഇന്നലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. ഈ സൂറത്തിന്റെ പേര് നേരത്തെ സൂചിപ്പിച്ച വിധം ഇതിലെ 16ാമത്തെ ആയത്തില് വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ പരാമർശത്തിൽ നിന്നാണ് ആ പേര് വരുന്നത്. 98 ആയത്തുകളുള്ള ഈ സൂറത്ത് അവതരിച്ചത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സത്യവിശ്വാസികൾ നുബുവത്തിന്റെ 5ാം വർഷത്തോടടുത്ത ആ ഘട്ടത്തില് എത്യോപ്യയിലേക്കുള്ള പലായനം നിർവഹിച്ചുകൊണ്ടൊരു സംഘം മക്ക വിട്ട് പോകുന്നതിന്റെ അല്പം മുമ്പായിട്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സൂറത്തിന്റെ ഉള്ളടക്കം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിധം മക്കയിലെ ആളുകളെ നേരിട്ടുകൊണ്ടുള്ള അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം നേരത്തെ സ്വന്തം നാടും കുടുംബവും ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന പ്രവാചകന്മാരെ, വിശേഷിച്ച് ഇബ്രാഹിം അലൈഹിസ്ലാമിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഈ സൂറത്തിൽ വരുന്നുണ്ട്. ജക്കരിയ അലൈഹിസ്സലാമും
അദ്ദേഹത്തിന്റെ പുത്രൻ യഹ്യ അലൈഹിസ്സലാമും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങള്, അതുപോലെ മറിയം റളിയല്ലാഹു അൻഹ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സൂറത്തില് വരുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സത്യമാർഗത്തിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളോടും അദ്ദേഹം മുന്നോട്ട് വെച്ച സന്ദേശത്തോടുമൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ നിലപാടിനെ പരാമർശിച്ചുകൊണ്ടും അവരുടെ ആ നിലപാട് കാരണമായി അവര് നേരിടാനിരിക്കുന്ന വലിയ ഭാഗ്യദോഷങ്ങളെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഇതിന്റെ അവസാന ഭാഗം. ഈ സൂറത്തിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ചരിത്രപരമായ ഒരു സംഭവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. നുബുവത്തിന്റെ 5-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ മക്കയിലെ വളരെ ദുർബലരും പാവങ്ങളും സാമ്പത്തികമായും സാമൂഹ്യമായും പല വിധത്തിലുള്ള അവശതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമൊക്കെയായ ഒരു സംഘം മക്കക്കാരുടെ പീഡനം സഹിക്കവയ്യാതെ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്നത്. 101 പേരടങ്ങിയ ആ സംഘത്തില് കൂടുതൽ പേരും 7 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഖുറൈശി ഗോത്ര കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളായിരുന്നു. ഖുറൈശികളുടെ മിക്കവാറും എല്ലാ വീടുകളിലും ഈ പലായനത്തില് പങ്കാളികളായ ചിലരൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ വളരെ അടുത്ത ബന്ധുക്കളായ ചിലരെങ്കിലുമൊക്കെ ഈ പലായനം കാരണമായിട്ട് കുടുംബത്തിന് നഷ്ടമാകാത്ത ഒരു കുടുംബവും മക്കത്ത് ഖുറൈശികളുടെ കൂട്ടത്തിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 10-40 പേര് മാത്രമാണ് ഈ പലായനം കഴിഞ്ഞതിനെ തുടർന്ന് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരായിട്ട് അവശേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഖുറൈശികൾക്ക് തന്നെ അത് വലിയ ക്ഷീണമായിട്ട്, വലിയ തിരിച്ചടിയായിട്ട് അനുഭവപ്പെടുകയും പലായനം ചെയ്തു പോയ ആളുകളെ എത്യോപ്യയിൽ നിൽക്കാൻ സമ്മതിക്കരുത്, അവരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പറഞ്ഞുവിടണം എന്ന് നജാഷി രാജാവിനോടും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകളോടൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ഖുറൈശികള് 2 ആളുകളെ അങ്ങോട്ട് എത്യോപ്യയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു അബി റബിയയും അമ്രുബ്നുൽ ആസുമാണ് ഇങ്ങനെ എത്യോപ്യയിൽ എത്തുകയുണ്ടായത്. നജാഷി രാജാവിന്റെ അടുക്കല് അദ്ദേഹത്തിന്റെ ആളുകളെയൊക്കെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ നാട്ടിലെ കലാപകാരികളായി രംഗത്ത് വന്നിരിക്കുന്ന ഈ പുത്തൻ മതക്കാരായ ആളുകളെ നാട്ടിലേക്ക് തന്നെ തിരിച്ച് അയക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുകയുണ്ടായത്. അവര് ഞങ്ങളുടെ ദീൻ ഉപേക്ഷിച്ചിരിക്കുന്നു, നജാഷി രാജാവിന്റെ മതമായ ക്രൈസ്തവതയില് അവർ ചേർന്നിട്ടില്ല. അതിന് പകരം ഒരു പുത്തൻ മതം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നതാണ് അവരുടെ പേരിൽ ആക്ഷേപമായിട്ട് അവർ ഉന്നയിക്കുകയുണ്ടായത്. കേട്ടപാടെ പാരിതോഷികങ്ങളൊക്കെ കിട്ടി വളരെ സന്തോഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ രാജാവിന്റെ മേല് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഈ ആളുകളെ ഉടനെ തിരിച്ചയക്കുക തന്നെയാണ് വേണ്ടത്. അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് അവരുടെ നാട്ടുകാർക്ക് തന്നെയാണ് നന്നായിട്ട് അറിയുക. അതുകൊണ്ട് അവരുടെ നാട്ടുകാരായ 2 ആളുകൾ ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ,
അബ്ദുല്ലാഹിബിൻ അബി റബിയയും അമ്രുബിൻ ലാസും അവരുടെ ഈ മക്കാരുടെ പ്രതിനിധികളായിട്ട് നമ്മുടെ അടുക്കൽ വന്ന് ഇവരെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരെ ഇവരോടൊപ്പം തിരിച്ചയക്കുക തന്നെയാണ് വേണ്ടത് എന്ന് അവര് നജാഷി രാജാവിനോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പറയുകയുണ്ടായി. നജാഷി രാജാവ് പറഞ്ഞത്, നിങ്ങളുടെ സംസാരം കേട്ട് ഞാൻ അവരെ ഉടനെ ഇവരുടെ കൂടെ അങ്ങ് തിരിച്ചയക്കാൻ പോകുന്നില്ല. ഈ വന്നിരിക്കുന്ന 101 ആളുകള് എന്നെ വിശ്വസിച്ച് എന്റെ നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനവും ശാന്തിയും ഒക്കെ മനസ്സിലാക്കി എന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയ ആളുകളാണ്. ഇവരെ വഞ്ചിതരാക്കിക്കൊണ്ട് ഇവരെ അപകടത്തിൽപ്പെടുത്തുന്ന വിധത്തില് ഞാന് ഇവരെ തിരിച്ചയക്കാൻ പോകുന്നില്ല. എനിക്ക് ആദ്യം ഇവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കുകയാണ് വേണ്ടത് എന്നാണ് നജാഷി രാജാവ് പറഞ്ഞത്. അങ്ങനെ നജാഷി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ ആളുകളെ അദ്ദേഹത്തിന്റെ ദർബാറിൽ ഹാജരാക്കുകയും അദ്ദേഹം അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുകയാണ്. അദ്ദേഹം ചോദിച്ചത്, എന്താണ് നിങ്ങളിപ്പോ പ്രതിനിധാനം ചെയ്യുന്ന ഈ പുത്തൻ മതം, എന്താണ് അതിന്റെ കാര്യം, അതൊന്ന് എനിക്ക് വിശദീകരിച്ചു തരൂ എന്നാണ് നജാഷി രാജാവ് അവരോട് പറഞ്ഞത്. ജാഫർ ബിൻ അബി താലിബാണ് ഈ 101 പേരുടെ കൂടിയാലോചനയുടെ ഫലമായി അവരുടെ ഒരു യോജിപ്പോട് കൂടിയുള്ള ഒരു തീരുമാനം എന്നുള്ള നിലക്ക് അവരുടെ നേതാവും പ്രതിനിധിയും ഒക്കെയായിട്ട് രാജാവിനോട് സംസാരിക്കാൻ ഒരുങ്ങുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ജാഫർ ബിൻ അബി താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ്, അബൂ താലിബിന്റെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബൂ താലിബിന്റെ മകനാണ് ജാഫർ ബിൻ അബി താലിബ്. അദ്ദേഹം നജാഷി രാജാവിന്റെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമായിട്ടും ഇങ്ങനെയാണ്. ഞങ്ങള് അന്ധകാര യുഗത്തിൽ കഴിഞ്ഞിരുന്ന, ജാഹിലിയത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. വല്ലാത്ത ധാർമ്മികമായ കുത്തഴിച്ചിലും ജീർണതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടെ. എല്ലാ വിധത്തിലുള്ള തിന്മകളും പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന, സാമൂഹ്യ ജീവിതം കുത്തഴിഞ്ഞതായി മാറിയ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ ഇടയിലേക്ക് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന പേരില് എന്റെ തന്നെ ബന്ധുവായ ഒരാള് പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതായിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ മതിപ്പോടുകൂടി നോക്കി കണ്ടിരുന്ന ആളുകളാണ്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ വിശ്വാസം, ഈ ദീനി ആശയം, ഈ ആദർശം അദ്ദേഹം അത് പറയുകയും ഞങ്ങൾക്ക് വിശദീകരിച്ചു തരികയും ചെയ്ത ഘട്ടത്തിൽ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ഞങ്ങളത് വിശ്വസിച്ച് അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്തു. പക്ഷേ ഖുറൈശി സമൂഹം, അവിടുത്തെ പ്രമാണിമാരും ശക്തന്മാരും ധനാഢ്യരും ഒക്കെയായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ സന്നദ്ധരായ ദുർബലരും പാവങ്ങളും ഒക്കെയായ ഈ ആളുകളെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പീഡനങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ വിധേയമാകുന്നുണ്ട്. പലരും വളരെയേറെ ക്ലേശതയും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തില് ഇവര് കാരണമായി, ഖുറൈശികളുടെ വേട്ടയാടല് കാരണമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഞങ്ങള് വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം താങ്കളുടെ നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കിട്ടും, ഞങ്ങള് വഞ്ചിതരാവുകയില്ല എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ജാഫർ ഇബ്നു അബി താലിബ് നജാഷി രാജാവിന് സൂറത്തു മറിയമിന്റെ ആദ്യ ഭാഗം പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. ശ്രദ്ധാപൂർവം അത് കേട്ടതിന് ശേഷം നജാഷി രാജാവ് പറയുന്നത്, അള്ളാഹു ആണ്, ഞാൻ വിശ്വസിക്കുന്ന മതം ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ച ദീന്, ആ ദീനിലെ സന്ദേശത്തിൽ നിന്ന് ഇപ്പോ ജാഫർ ഇബ്നു അബി താലിബ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ദീനിന്റെ സന്ദേശത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അത് രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്ന് തന്നെ ആകാനേ നിവൃത്തിയുള്ളൂ. ഇത് രണ്ടും സത്യം പ്രതിദാനം ചെയ്യുന്ന ഒരേ സ്രോതസ്സിൽ നിന്നുള്ള സന്ദേശങ്ങൾ തന്നെയാണ്. അതിനാൽ ഒരു കാരണവശാലും ഞാൻ ഇവരെ കൈയൊഴിയുകയില്ല. ഈ കൂട്ടരെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പീഡകരുടെ കൈകളിലേക്ക് തിരികെ ഏൽപ്പിക്കുകയില്ല. ഇതാണ് നജാഷി രാജാവിന്റെ ഉറച്ച തീരുമാനമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കൊട്ടാരത്തില് സന്നിഹിതരായിരുന്ന പുരോഹിതന്മാരെയും അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് വന്നിരുന്ന അബ്ദുള്ളയും അംർ ഇബ്നുൽ ആസും ഒക്കെ തന്നെ ആകെ നിരാശ കൊണ്ടവരായി മാറുകയാണ്. സത്യവിശ്വാസികളായ ആ മുഹാജിറുകളോട് നജാഷി രാജാവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ നാട് വിട്ടു പോകേണ്ടതില്ല, നിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് കഴിയാം എന്നാണ്. അങ്ങനെ പറഞ്ഞുവെങ്കിൽ പോലും അംർ ഇബ്നുൽ ആസും അബ്ദുള്ളയും നിരാശ കാണിക്കാതെ തന്നെ പിറ്റേ ദിവസം വീണ്ടും രാജാവിന്റെ അടുക്കൽ പുതിയ കാര്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് വന്നു. അവരിത്തവണ പറഞ്ഞത്, നിങ്ങള് ആരാധ്യരായി കരുതുന്ന യേശുവിനെയും മറിയമ്മിനെയും കുറിച്ച് ഇവരുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചറിയണം. അതിനുശേഷം മതി നിങ്ങൾ ഇവരെ ഇവിടെ താമസിക്കുവാൻ വേണ്ട അനുമതി കൊടുക്കുന്നത് എന്നാണ് അവരാവശ്യപ്പെട്ടത്. നേരത്തെ അവര് ഈ സത്യവിശ്വാസികൾക്ക് എതിരിലെ രാജാവിനെയും സംഘത്തെയും തിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞ കാര്യം, അവര് ഞങ്ങളുടെ മതം ഉപേക്ഷിച്ചിരിക്കുന്നു, താങ്കളുടെ മതം സ്വീകരിച്ചിട്ടുമില്ല, ഒരു കുഴപ്പക്കാരായിട്ട് നാട്ടിൽ പുതിയൊരു മതവുമായിട്ട് വന്നിരിക്കുകയാണ് എന്നതായിരുന്നു. എന്നാൽ നജാഷി രാജാവിന് സത്യം ബോധ്യപ്പെടുകയുണ്ടായി. താൻ ഏതൊരു പ്രവാചകനിലാണ് വിശ്വാസം പൂണ്ടിട്ടുണ്ടായിരുന്നത്, ആ പ്രവാചകൻ മുന്നോട്ട് വെച്ച ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ച ആ സന്ദേശത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത കാര്യമാണ്, അതേ സ്രോതസ്സിൽ നിന്നുള്ള സന്ദേശമാണ് ഇപ്പോ മക്കയിലെ ആളുകളെ അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് തനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതായിട്ടാണ് നജാഷി രാജാവ് പ്രതികരിക്കുകയുണ്ടായത്. എന്നാൽ ഇപ്പോ പറയുന്നത് യേശുവിനെ കുറിച്ചും മറിയമ്മിനെ കുറിച്ചും ഒക്കെ ഈ കൂട്ടർ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിശ്വസിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചറിയണം എന്നാണ്. നേരത്തെ ജാഫർ ഇബ്നു അബി താലിബും സംഘവും കൂടിയാലോചന ചെയ്ത് തീരുമാനിച്ചത്, എന്ത് കാര്യമാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഒരു ഏറ്റക്കുറവും ഇല്ലാത്ത വിധത്തില് രാജാവിന്റെ മുന്നിൽ പറയുക. അദ്ദേഹം ഞങ്ങളിവിടെ നിലനിർത്തുകയാണെങ്കിലും ഇനി ഇവിടുന്ന് പുറത്താക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിലും സത്യം വളരെ തെളിമയോടുകൂടി പറയുക എന്നതാണ് അവർ തീരുമാനിച്ച കാര്യം. സത്യം വിശ്വസിച്ചതിന്റെ പേരിൽ നാട് വിട്ടു പോരേണ്ടി വന്ന, മറ്റൊരു നാട്ടിൽ അഭയം പ്രാപിച്ച, സകലവിധ അവശതകളുടെയും അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്, ആ ഹിജ്റയുടെ പലായനത്തിന്റെ ഘട്ടത്തില് പോലും സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലാത്ത ഒരു സഹായവും നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന വിധത്തില് സത്യവിശ്വാസികളുടെ ഈ സംഘം തീരുമാനിക്കാൻ മുതിരുന്നതും അള്ളാഹു അവർക്ക് വേണ്ട മനോധൈര്യം നൽകുന്നത്.
അങ്ങനെ ഈ രണ്ടാം ദിവസം ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും മറിയമ്മിനെ കുറിച്ചും എന്തു പറയുന്നു എന്നത്, ഇവരെന്താണ് യഥാർത്ഥത്തിൽ അവർ കരുതുന്നത് എന്നത് ചോദിച്ചറിയണം എന്ന് പറഞ്ഞപ്പോ രാജാവ് അവരെ വീണ്ടും വിളിപ്പിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോ ജാഫർ ബിൻ അബി താലിബ് നൽകുന്ന മറുപടി, നേരത്തെ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ കുറിച്ച് എത്ര സത്യസന്ധമായിട്ടാണോ പറയുകയുണ്ടായത്, അതേപോലെയുള്ള സത്യസന്ധത കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദാസനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, അവന്റെ ആത്മചൈതന്യമാണ്, അവന്റെ റൂഹാണ്, അവൻ മറിയമിൽ നിക്ഷേപിച്ചിരിക്കുന്ന വചനമാണ്, അതുപോലെ കന്യകയും വിശുദ്ധയുമായ മറിയമിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ കലിമത്താണ്. ഈ വിധത്തിലാണ് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് രാജാവിനോട് പറയുന്നത്. ഈ കാര്യങ്ങള് രണ്ടും ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവ് മറിയമ്മിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ ഈ വാചകങ്ങൾ കേട്ട് നജാശി രാജാവ് വളരെയേറെ അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് നിലത്ത് നിന്ന് ഒരു കച്ചിത്തുരുമ്പെടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നത്, തീർച്ചയായിട്ടും ഇവര് പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. മറിയമും ഈസായും ഇവര് പറഞ്ഞതിൽ നിന്ന് എന്റെ കയ്യിലുള്ള ഈ കച്ചിത്തുരുമ്പിനോളം പോലും വ്യത്യാസപ്പെട്ടിട്ടില്ല. ഇവര് പറഞ്ഞത് കൃത്യമാണ്. ഈസായും മറിയമും ഇവരുടെ വിവരണത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റിയ വിധത്തില് അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല, ഒരു തരിമ്പ് പോലും വ്യത്യസ്തരല്ല അവര് എന്നാണ് രാജാവ് സത്യസാക്ഷ്യം ചെയ്തുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ രാജാവ് ഈ മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളുടെ പ്രതിനിധികൾ നൽകിയ പാരിതോഷികങ്ങളൊക്കെ അവരെ തിരിച്ചേൽപ്പിക്കുകയാണ്. അവരോട് പറയുന്നത്, ഞാൻ കൈക്കൂലി വാങ്ങുന്നവനല്ല, മറ്റാരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്താൻ തന്നിട്ടുള്ള ഈ പാരിതോഷികങ്ങൾ അത് ഞാൻ തിരികെ ഏൽപ്പിക്കുകയാണ്, ഞാൻ കൈക്കൂലി വാങ്ങുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് തിരികെ കൊടുക്കുകയാണ്. എന്നിട്ട് സത്യവിശ്വാസികളോടായിട്ട് നജാശി രാജാവ് പറഞ്ഞത്, നിങ്ങൾ സമാധാനത്തോടുകൂടി എന്റെ നാട്ടിൽ കഴിഞ്ഞുകൊള്ളുക, നിങ്ങൾ ആരും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങളെ അപകടപ്പെടുത്തുകയില്ല, നിങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഇവിടെ സംരക്ഷണം നൽകപ്പെടും, നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും, നിങ്ങൾക്കിവിടെ ആവശ്യമുള്ള കാലത്തോളം ഇവിടെ തങ്ങാം, നിങ്ങളെ ഇവിടുന്ന് ആരും പുറത്തേക്ക് പറഞ്ഞേക്കുകയില്ല എന്നാണ് നജാശി രാജാവ് ആ ഘട്ടത്തിൽ അവരോട് പറയുകയുണ്ടായത്. അവിടെ ഒത്തുകൂടിയിരുന്ന പുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ വലിയ നിരാശയിലായി. മക്കയിൽ നിന്ന് വന്ന പ്രതിനിധികള് അവരുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ച വിധത്തില് ആ പാരിതോഷികങ്ങളൊക്കെ തിരികെ ഏൽപ്പിക്കപ്പെട്ടത് സ്വീകരിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരികെ പോകേണ്ടി വരികയും ചെയ്തു. ഇതാണ് ഈ സൂറത്തിനെ വളരെ ശ്രദ്ധേയമാക്കിയ ചരിത്ര സംഭവം. ഈ സൂറത്തിന്റെ അവതരണവുമായിട്ട് ഈ സംഭവത്തിന് ബന്ധമൊന്നുമില്ല. എന്നാൽ ഈ സൂറത്ത് അവതരിച്ച് വളരെ ചുരുങ്ങിയ ഒരു കാലത്തിനുള്ളിൽ തന്നെ ചരിത്രത്തില് ഈ സൂറത്ത് ഏറെ വിശ്രുതമാകേണ്ടി വരുന്ന വിശ്രുതമായ വിധത്തില് ഉണ്ടായ ഒരു സംഭവം. മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന ആളുകൾ അവര് ജാഫർ ബിൻ അബി താലിബ് വിശേഷിച്ച് ഓതി കേൾപ്പിച്ച വിധത്തില് ഈ സൂറത്ത് മറിയം കേട്ടുകൊണ്ടാണ് നജാശി രാജാവ് വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള ചില പേരുകളും പരാമർശങ്ങളും സംഭവങ്ങളും ഒക്കെ ഈ സൂറത്തിൽ വരുന്നുണ്ട്. യഹൂദ ക്രൈസ്തവ മത പശ്ചാത്തലത്തില് അവർക്കൊക്കെ പരിചയമുണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്.
അത് കേട്ടുകൊണ്ട് അത് പച്ച പരമാർത്ഥമാണ്, വസ്തുതകളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നജാഷി രാജാവ് സന്നദ്ധനായി എന്ന് മാത്രമല്ല, പലായനം ചെയ്ത് തന്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ആ 101 പേരുടെ സംഘത്തെ അവർക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ആ നാട്ടില് സുരക്ഷിതമായി കഴിഞ്ഞുകൊള്ളാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്തു. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവുമേറെ ശ്രദ്ധയാകർഷിക്കുന്നത് ഈ ഒരു ചരിത്ര സംഭവമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ ആയത്ത് ഇന്ന് ഓതി വെച്ചിട്ടുള്ള, പാരായണം ചെയ്തു വെച്ചിട്ടുള്ള ആയത്തുകൾ ഒന്ന് വീണ്ടും പാരായണം ചെയ്ത് അതിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സൂറത്ത് തുടങ്ങുന്നത് 5 മുഖത്താഴത്തുകൾ കൊണ്ടാണ്. കാഫ് ഹ യ ഐൻ സ്വാദ്, 5 അക്ഷരങ്ങൾ. കാഫ് ഹ യ ഐൻ സ്വാദ്. ഈ 5 അക്ഷരങ്ങൾ വിശുദ്ധ ഖുർആനിൽ അലിഫ് ലാം മീം ത്വാഹ യാസീൻ ഒക്കെ പോലെയുള്ള, ഹാമീം പോലെയുള്ള മുഖത്താഴത്തുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഏറ്റവുമേറെ സംഗീത സാന്ദ്രതയുള്ള ഒരു സൂറത്ത് എന്ന വിധത്തില് വായിക്കപ്പെടുന്ന ഈ സൂറത്തിന്റെ തുടക്കം അങ്ങനെയാണ്. കാഫ്, എനിക്കത് അതിന്റെ പാരായണ മാധുര്യത്തോടു കൂടി പാരായണം ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് അതൊരു വെറും വായനയായി പോകുന്നത്. അതിന്റെ ഏറ്റവും നല്ല തിലാവത്ത് ലഭ്യമായ സ്രോതസ്സുകളിൽ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഈ 5 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നത് സംബന്ധമായ പല ചർച്ചകളും സഹാബിമാരുടെ ഭാഗത്ത് നിന്നുള്ള പല നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ കഴിയും. ഇതിൽ ഓരോ അക്ഷരവും അള്ളാഹുവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന വിധത്തിലൊക്കെ നൽകപ്പെട്ട വിശദീകരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിനെ അത്ര ഗൗരവത്തിൽ കാണുന്നില്ല, അത്തരം വിശദീകരണങ്ങളെ. അതൊന്നും കാറ്റഗോറിക്കലായിട്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെയാണ് എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ പൊതുവായി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ വേറെ മുമ്പ് പഠിച്ച സൂറത്തുകളുടെ പശ്ചാത്തലത്തിൽ അവയിലുള്ള മുഖത്താഴത്തുകൾ ചർച്ചയിൽ വന്നപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു വിസ്മയകരമായ ശ്രുതിമധുരമായി പാരായണം ചെയ്യാവുന്ന ഇത്തരം സൂറത്തുകൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. മനുഷ്യന്റെ മുന്നില് വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ നാളുകൾ തൊട്ട് ഇന്ന് വരെ ഇനി അങ്ങോട്ടും ഏറ്റവും വലിയ വെല്ലുവിളിയായിക്കൊണ്ടാണ് ഈ ആയാത്തുകളും അതിലെ കാവ്യ ശകലങ്ങളായിട്ട് നമ്മളുടെ മുന്നിലുള്ള ഈ സംഗതികളൊക്കെ തന്നെ നിലകൊള്ളുന്നത്. മനുഷ്യനൊരിക്കലും തന്നെ അനുകരിച്ചുകൊണ്ട് ഇതിനോട് സമാനമായ വരികൾ രൂപകൽപ്പന ചെയ്യുക എന്നത് സാധ്യമല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഈ ആയാത്തുകൾ നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത്. അള്ളാഹു വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഒരു ശപഥത്തിന്റെ സ്വരത്തില് ആണയിട്ട് പറയുന്ന അതിന്റെ മുന്നോടിയായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും മുഖത്താഴത്തുകൾ വരുന്നത്. അപ്പോ അത് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശബ്ദ ചേരുവകളോ അക്ഷരക്കൂട്ടുകളോ ഒക്കെ ആയിരിക്കും. ആ നിലക്ക് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. തൊട്ടുടനെ പറയുന്ന കാര്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന വിധത്തില് അവരുടെ കർണങ്ങളെ അതിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ അക്ഷരങ്ങളുടെ, ഈ ശബ്ദങ്ങളുടെ താല്പര്യം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മളുടെ അനുമാനങ്ങളാണ്, സാധ്യതയുള്ളതാണ്, അനുമാനങ്ങളാണ്. അതിനെ തുടർന്ന് ഈ 5 അക്ഷരങ്ങള് അതിന്റെ ഏറ്റവും ശ്രുതി മാധുര്യത്തോടുകൂടി പാരായണം ചെയ്യപ്പെട്ടതിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യം ദിക്റു റഹ്മത്തി റബ്ബിക. ഇത് ഒരു അനുസ്മരണമാണ്. ദിക്റു റഹ്മത്തി റബ്ബിക, നിന്റെ നാഥൻ ചെയ്ത കാരുണ്യം, നിന്റെ നാഥൻ അരുളിയ കാരുണ്യത്തിന്റെ അനുസ്മരണമാണ് ഈ പാരായണം. ദിക്റു എന്ന് തുടങ്ങുന്ന ഹാദ ദിക്റുൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദിക്റു റഹ്മത്തി റബ്ബിക,
നിന്റെ നാഥന്റെ കാരുണ്യത്തിന്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഇത് കേൾപ്പിക്കപ്പെടുന്നത്. ആർക്കുള്ള കാരുണ്യായിരുന്നു? അബ്ദഹു, തന്റെ ദാസനുള്ള കാരുണ്യം. സക്കരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന തന്റെ ദാസനോട് അദ്ദേഹത്തിന്റെ നാഥൻ അല്ലെങ്കിൽ താങ്കളുടെ നാഥൻ കാണിച്ച കാരുണ്യത്തിന്റെ ഒരു അനുസ്മരണമാണ് ഈ പാരായണം. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികളൊക്കെ തന്നെ സക്കരിയ അലൈഹിസ്സലാമിനോട് അള്ളാഹു കാണിച്ച അത്യപൂർവവും അസാധാരണവുമായിട്ടുള്ള സ്നേഹവായ്പിന്റെയും ആർദ്രതയുടെയും ഒരു അനുസ്മരണമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആരായിരുന്നു സക്കരിയ അലൈഹിസ്സലാം? നമ്മള് സൂറത്ത് ആലി ഇമ്രാനിലും അതുപോലെ വേറെ ചില ഇടങ്ങളിലൊക്കെ സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള പരാമർശം കാണുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് ഈസ അലൈഹിസ്സലാം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനായിട്ട് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് ബനു ഇസ്രായേൽ സമൂഹത്തിൽ വന്നിരുന്ന പ്രവാചകനാണ് യഹിയ അലൈഹിസ്സലാം. യഹിയ അലൈഹിസ്സലാമിനെ ക്രൈസ്തവര് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ് പറയാറുള്ളത്. സ്നാപക യോഹന്നാൻ എന്നാണ് അവര് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് പറയാറുള്ളത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ. ഇദ്ദേഹമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന യഹിയ പ്രവാചകൻ, യഹിയ അലൈഹിസ്സലാം. യഹിയ അലൈഹിസ്സലാമിന്റെ പിതാവ് ആണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന സക്കരിയ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തില് സകല പ്രതീക്ഷകളും മറ്റുപോയ അത്രയും പ്രായമെത്തിയ ഘട്ടത്തില് അദ്ദേഹത്തിന് അള്ളാഹു കരിഞ്ഞു നൽകിയ സന്താനമാണ് യഹിയ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാമിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ തിരുപ്പിറവിയെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നൽകുന്നവനായിക്കൊണ്ട് വന്ന പ്രവാചകനാണ് യഹിയ അലൈഹിസ്സലാം. ക്രൈസ്തവര് യേശുവിന്റെ അല്ലെങ്കിൽ യേശുദേവന്റെ തിരുപ്പിറവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്ന ആ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം അവരെ മുൻകൂട്ടി അറിയിക്കുന്ന ഏതാനും കുറഞ്ഞ സമയത്തിന് മുമ്പായിട്ട് അറിയിക്കുന്ന ദൈവദൂതനാണ്. ആ നിലക്കാണ് അവര് യഹിയ അലൈഹിസ്സലാമിനെ അടയാളപ്പെടുത്തുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകന്മാരാണ് ഇവരൊക്കെയും തന്നെ. ഈസ അലൈഹിസ്സലാമാണ് ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന അവസാനത്തെ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ സമകാലികനും തൊട്ടു മുമ്പ് വന്ന ആളുമാണ് യഹിയ അലൈഹിസ്സലാം. യഹിയ അലൈഹിസ്സലാമിന്റെ വാപ്പ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയ ഘട്ടത്തില് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സന്താനമാണ്. സക്കരിയ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ സന്താനമാണ് യഹിയ അലൈഹിസ്സലാം. ഈ സക്കരിയ അലൈഹിസ്സലാം വേറെയും ചില നിലക്ക് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. മറിയം റളിയല്ലാഹു അൻഹായുടെ സഹോദരിയുടെ ഭർത്താവായിരുന്നു സക്കരിയ അലൈഹിസ്സലാം. സക്കരിയ അലൈഹിസ്സലാമിനെയാണ് ബൈത്തുൽ മഖ്ദിസില് അള്ളാഹുവിനുള്ള ഇബാദത്ത് നിർവഹിക്കുന്നതിനായി നേർച്ചയാക്കപ്പെട്ട വിധത്തില് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന അവിടുത്തെ മിഹ്റാബില് കഴിയാൻ പ്രത്യേകം സൗകര്യം ചെയ്യപ്പെട്ടിരുന്ന മറിയം റളിയല്ലാഹു അൻഹായുടെ കാര്യത്തില് അവരുടെ സംരക്ഷണ ബാധ്യതയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതിനുമൊക്കെ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ആള് സക്കരിയ അലൈഹിസ്സലാമാണ്. സക്കരിയ അലൈഹിസ്സലാം മറിയം റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി അവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പലപ്പോഴും മിഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ മറിയം റളിയല്ലാഹു അൻഹാക്ക് ആവശ്യത്തിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ നൽകപ്പെട്ടതായിട്ട്
കണ്ട് ആശ്ചര്യത്തോടു കൂടി ചോദിക്കുമായിരുന്നു, മറിയം എങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്? മറിയം റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു എനിക്ക് ലഭ്യമാക്കിയിട്ടുള്ളതാണ്. സക്കരിയ അലൈഹി ഇസ്ലാമിന് വലിയ കൗതുകവും ആശ്ചര്യവും അവിശ്വാസവും ഒക്കെ അനുഭവപ്പെട്ട ഒരു കാഴ്ച അനുഭവമായിരുന്നു അത്. മറിയം റളിയല്ലാഹു അൻഹക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചുമതലയുണ്ടായിരുന്നത് സക്കരിയ അലൈഹി ഇസ്ലാമിനാണ്. അദ്ദേഹം അത് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴൊക്കെ മറിയമിന് വേണ്ടതൊക്കെ അവിടെ നൽകപ്പെട്ടതാണ് കാണുന്നത്. എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയത്? അതൊക്കെ എനിക്ക് അള്ളാഹു തന്നതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു വളരെ വിശിഷ്ടമായ രീതിയിൽ, അസാധാരണമായ അഭൗമമായ രീതിയിൽ അവയൊക്കെ മറിയം റളിയല്ലാഹു അൻഹക്ക് ലഭ്യമാക്കി കൊടുത്തത് കണ്ടുകൊണ്ട് ആ മിഹ്റാബിന്റെ അരികിൽ നിന്നുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാം തന്റെ കാര്യത്തില് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവേണമേ എന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച സംഭവം സൂറത്ത് ആലി ഇമ്രാനിൽ പരാമർശിക്കപ്പെടുന്നത് നമ്മൾ നേരത്തെ കാണുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ അള്ളാഹു അനുസ്മരിക്കുന്നത് സക്കരിയ അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനക്ക് അള്ളാഹു കാരുണ്യപൂർവം വലിയ ആർദ്രതയോടെയും ഹൃദയവായ്പോടെയും നൽകിയ മറുപടിയെ പരാമർശിച്ചുകൊണ്ട് അതിനുള്ള ഒരു ഓർമ്മ പുതുക്കലാണ്, അതിന്റെ ഒരു അനുസ്മരണമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഇത് സക്കരിയാക്ക് തന്റെ റബ്ബ് അള്ളാഹു തന്റെ ദാസനായ സക്കരിയാക്ക് നൽകിയ കാരുണ്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ്, അല്ലെങ്കിൽ സ്മരണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ പാരായണം തുടങ്ങുന്നത്. ഇതിനാദ റബ്ബഹു നിദാഅൻ ഖഫിയ. വളരെ നേർത്ത ശബ്ദത്തില് അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച ആ സന്ദർഭം പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയാണ്, സ്മരണീയമാണ്. വളരെ നേർത്ത ശബ്ദത്തില്, പതിഞ്ഞ സ്വരത്തില്, ആർത്തു കരഞ്ഞുകൊണ്ടോ അലറി വിളിച്ചുകൊണ്ടോ ഒന്നുമല്ല, വളരെ നേർത്ത ശബ്ദത്തില്, ഖഫിയായ ശബ്ദത്തില് അദ്ദേഹം തന്റെ റബ്ബിനെ തന്റെ പ്രാർത്ഥനാ വേളയില് പ്രത്യേകമായി വിളിച്ച് കേണപേക്ഷിച്ച ഒരു കാര്യമുണ്ട്. ആ ഒരു സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്. അതിന് നിന്റെ റബ്ബ് നൽകിയ കാരുണ്യത്തിന്റെ മറുപടിയുണ്ട്. ആ ജവാബിനുള്ള സ്മരണയാണ് ഇപ്പോ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? കാല സക്കരിയ അലൈഹിസ്സലാം തന്റെ വളരെ നേർത്ത ശബ്ദത്തില് റബ്ബിനോടായിട്ട് പറഞ്ഞ കാര്യം, റബ്ബി ഇന്നി വഹനല്ലാളുമു മിന്നി. എന്റെ നാഥ, എന്റെ അസ്ഥികള് ദുർബലമായിരിക്കുന്നു, എന്റെ എല്ലുകള് വളരെ ദുർബലമായതായി മാറിയിട്ടുണ്ട്, അത്രയും പ്രായമായി. എന്റെ ശിരസ് നര കാരണം തിളങ്ങുന്നതായി മാറിയിട്ടുണ്ട്, നര കയറി വെട്ടിത്തിളങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ ശിരസ് മാറിയിട്ടുണ്ട്. വലം അഖുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. എന്റെ റബ്ബെ, നിന്നോട് നടത്തിയ പ്രാർത്ഥനയില് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. നിന്നോട് ഞാൻ നേരത്തെ എന്റെ യൗവനത്തിലും എന്റെ മുതിർന്ന ഒരാളായ അവസ്ഥയിലും ഒക്കെ തന്നെ നടത്തിയ പ്രാർത്ഥനകൾക്ക് ഞാൻ നിരാശ പൂണ്ടവനായി മാറേണ്ടി വന്നിട്ടില്ല, ഞാൻ പരാജിതനായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പ്രതീക്ഷ അറ്റ ഒരവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും തന്നെ പരാജയം ഏറ്റുവാങ്ങിയവനായിട്ടില്ല. മവാലിയ. ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കൽ പറയുന്ന ഒരു കാര്യം, മവാലിയ മിൻവറാഇ. എനിക്ക് ശേഷം എന്റെ അനന്തരഗാമികളായിട്ട് വരാനിരിക്കുന്നവരുടെ കാര്യത്തിൽ എനിക്ക് വലിയ പേടിയാണ്. അവര് പലരും എന്റെ അനന്തരവന്മാരാകാൻ യോഗ്യരല്ല,
അതിനു വേണ്ട ആത്മീയമോ ബുദ്ധിപരമോ അല്ലെങ്കിൽ ദൈവികമായ പിന്തുണയുടെ കാര്യത്തിലോ ഒന്നും യോജിപ്പുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ആളുകളല്ല അവര്. എനിക്ക് ശരിയായ പിൻഗാമി എന്ന് പറയാവുന്ന ആരുമില്ല എന്നതാണ് എന്റെ വിഷമം. ഇന്നീ ഹിഫ്തുൽ മവാലിയ, എന്റെ പിൻഗാമികളായിട്ട് പരാമർശിക്കപ്പെടാനുള്ളവരുടെ കാര്യത്തില് ഈ എന്റെ പുറകിലായിട്ട് എന്റെ പിന്തുടർച്ചക്കാരായിട്ട് വരാനുള്ളവരുടെ കാര്യത്തില് എനിക്ക് പേടിയാണ്. അവര് ഞാൻ നിർവഹിച്ച വിധത്തിലുള്ള ആ ദൗത്യം അതിന്റെ ഗൗരവത്തിലും ഉത്തരവാദിത്വ ബോധത്തിലും നിർവഹിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. വകാനത്ത് ഇംറഅതി ആഖിറ, എന്റെ പത്നി വന്ധ്യയുമാണ്, പ്രസവിക്കാൻ കഴിവില്ലാത്തവളുമാണ്. ഇതാണ് അവസ്ഥ. എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ പിൻഗാമികളായിട്ട് എന്നെ അനന്തരമെടുക്കുന്ന, അതൊരു വ്യക്തി എന്നുള്ള നിലക്കായാലും പ്രവാചകൻ എന്നുള്ള നിലക്കായാലും എന്റെ അനന്തരഗാമികളായിട്ട് എന്റെ പിന്മുറക്കാരായിട്ട് വരാനിരിക്കുന്ന ആളുകളുടെ കാര്യത്തില് എനിക്ക് ഒട്ടും തന്നെ സംതൃപ്തിയില്ല. അവരുടെ കാര്യത്തിൽ എനിക്ക് പേടിയാണ്. അവർ ഉത്തരവാദിത്വം നിർവഹിക്കുമോ എന്ന് ആശങ്കയാണ്. എനിക്കാണെങ്കിൽ ഒരു പുത്രൻ ഉണ്ടായിട്ടുമില്ല. എന്റെ പത്നി ആഖിറാണ്, വന്ധ്യയാണ്. ഫഹബ്ലി മിൻ ലദുൻക വലിയ, അതിനാൽ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇതാണ്, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എന്നുള്ള നിലക്ക് ഒരു പിന്തുടർച്ചക്കാരനെ, ഒരു അനന്തരാവകാശിയെ, ഒരു പുത്രനെ നീ എനിക്ക് നൽകണമേ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫഹബ്ലി, നീ എനിക്ക് നൽകണമേ. മിൻ ലദുൻക, സ്വാഭാവികമായ നിലക്ക് എല്ലാവർക്കും സന്താനങ്ങൾ ഉണ്ടാവുന്ന വിധത്തിലല്ല, നിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഫലമായിട്ട്, നിന്റെ ഔദാര്യത്തിന്റെ ഫലമായിട്ടുള്ള ഒരു വലിയന്, ഒരു പിന്തുടർച്ചക്കാരനും അനന്തരാവകാശിയും പിൻഗാമിയും ഒക്കെ ആയിട്ട് ഒരാളെ നീ എനിക്ക് നൽകണമേ. യരിസുനി, എന്റെ അനന്തരഗാമിയായിട്ട്, എന്റെ അനന്തരാവകാശിയായിട്ട് അവൻ വരുന്ന വിധത്തിൽ. യരിസുമിൻ ആലി യാക്കൂബ്, യാക്കൂബ് കുടുംബത്തിന്റെ അനന്തരാവകാശിയായിട്ടും വരുന്ന ഒരാളെ എനിക്ക് നീ അനന്തരഗാമിയായിട്ട് തരണമേ എന്നാണ് പറയുന്നത്. വജാൽഹു റബ്ബി റളിയ, അങ്ങനെ നീ എനിക്ക് തരുന്ന പിൻഗാമി അവനെ നീ തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണമേ എന്നാണ്. വജാൽഹു, നീ അവനെ ആക്കണം. റബ്ബി റളിയ, തൃപ്തി നേടിയവൻ. റബ്ബെ, നിന്റെ തൃപ്തി നേടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുവനായിട്ട് നീ അവനെ ആക്കുകയും ചെയ്യണമേ എന്ന് കൂടിയാണ് സക്കരിയ അലൈഹിസ്സലാം അത്യസാധാരണമായ വിധത്തില് വളരെ നേർത്ത ശബ്ദത്തില് പ്രതീക്ഷാ നിർഭരനായിക്കൊണ്ട് അള്ളാഹുവിനോട് നിർവഹിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ റഹ്മത്തിന്റെ ഒരു ജവാബുണ്ട്. അവന്റെ കാരുണ്യത്തിന്റെ നിദർശനമായി കൊണ്ടുള്ള ഒരു പ്രതികരണം. ആ പ്രതികരണത്തിന്റെ സ്മരണയാണ് ഇത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നൽകിയ കാരുണ്യം നിറഞ്ഞ ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, അനുസ്മരണമാണ് ഇത്, ഈ സൂറത്ത്, ഈ പാരായണം എന്നാണ് അള്ളാഹു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.